വേനൽ കനക്കുകയും പകൽ ചൂടേറുകയും ചെയ്തതോടെ ദാഹമകറ്റാൻ ആളുകൾ പല വഴി തേടാറുണ്ട്. കരിമ്പിൻ ജ്യൂസും കരിക്കുമെല്ലാം ഇതിൽ ചില മാർഗങ്ങൾ മാത്രമാണ്. എന്നാൽ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കമ്പുകൂളും ദാഹമകറ്റാനുള്ള മാർഗമായി വഴിയരികിൽ കാണാം. മലയാളിക്ക് അത്ര പരിചയമില്ലാത്ത ദാഹശമന മാർഗമാണ് കമ്പുകൂള്. കമ്പുകൂളിന്റെ രുചിവിശേഷങ്ങൾ അറിയാം. ഇത് ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിയും. തേനി ബോഡി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തീർത്ഥമുരുകൻ ക്ഷേത്രത്തിനരികിലായുള്ള ഇവരുടെ ഈ കൊച്ചുകട പരിചിതമായിരിക്കും. കടയിൽ വിൽപ്പനയ്ക്കായി വിവിധ സാധനങ്ങളുണ്ടെങ്കിലും ആവശ്യക്കാരിലധികവും കമ്പുകൂളിനാണ്. വേനൽ കനക്കുകയും പകൽ ചൂടേറുകയും ചെയ്തതോടെ ദാഹമകറ്റാൻ പല വഴി തേടുന്നവർക്ക് ആശ്വാസമാണ് കമ്പുകൂള്. മലയാളിക്കത്ര പരിചിതമായ ദാഹശമന മാർഗമല്ല കമ്പുകൂള്. എന്നാൽ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ കരിക്കും തണ്ണിമത്തനും കരിമ്പിൻ ജ്യൂസും മാത്രമല്ല കമ്പുകൂളും ദാഹമകറ്റാനുള്ള മാർഗമായി വഴിയരികിൽ കാണാം. ജയപ്രകാശണ്ണന്റെ കടയിൽ വെറും 30 രൂപ മാത്രമാണ് ഒരു മൊന്ത കമ്പുകൂളിന്റെ വില. ഒരു മൊന്ത കമ്പുകൂൾ അകത്താക്കിയാൽ ദാഹം ശമിക്കുമെന്ന് മാത്രമല്ല, വിശപ്പും പറവറക്കും. 23 വർഷത്തോളമായി ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിയും ചേർന്ന് പാതിയോരത്തിങ്ങനെ ഈ കൊച്ചുകടയുടെ നടത്തിപ്പാരംഭിച്ചിട്ട്. ഇനി എങ്ങനെ കമ്പുകൂൾ തയ്യാറാക്കുമെന്ന് നോക്കാം. അരിയും ഗോതമ്പുമൊക്കെ പോലെ തന്നെയുള്ള ഒരു ധാന്യമാണ് കമ്പ്. കമ്പ് പൊടിച്ചെടുക്കുകയാണ് ആദ്യ പണി. ഈ പൊടി പിന്നീട് കുഴമ്പ് രൂപത്തിലാക്കി മാറ്റി പുളിപ്പിക്കും. പിന്നീട് തീയിൽ കാച്ചി കുറുക്കും. കാച്ചിക്കുറുക്കിയെടുക്കുന്ന ഈ പദാർത്ഥം മോരുമായി ചേർത്ത് പാനീയ രൂപത്തിലാക്കുന്നതോടെ കമ്പുകൂൾ റെഡി. கம்பங்கூழ ரைஸ் மில்ல 2 அரைச்சி காய்ச்சி வெயில் காலத்துக்கு கொஞ்சம் நல்லா கூலிங்காக வச்சு மோர் அதுவும் சேர்த்து கொடுப்போம். மழை காலத்தில் கொஞ்சம் குறைச்சி போட்டு இது பண்ணிக்கிடுவோம். எல்லா ஐட்டம் இருக்குது நம்ம கிட்ட. இங்கே நம்ம பதார்த்தம் வத்தல் வகையில் 16 வகை இருக்குது. வத்தல் வகையில் இருக்குது, மாங்காய் இருக்குது, வேறு கலர் எல்லா கடை வகையும் இருக்குது. எல்லா வகையும் இருக்குது. ஆனால் கடை என்னைக்கு அடைக்க உண்டு, அடைப்பெல்லாம் இல்லை. கூழ் உடம்புக்கு நல்லது. இப்போ ஒரு வெயில் காலத்துக்கு சூட்டுக்கு கூழ் கொடுக்கறது കുളിർച്ചി ഇത് കമ്പംകൂൾ. കമ്പ് പൊടിക്കുന്നത് മുതൽ കാച്ചിക്കുറുക്കുന്നത് വരെ ഒരല്പം അധ്വാനം ആവശ്യമാണ്. ചൂടേറിയുള്ള അടുപ്പിനരികിൽ നിന്ന് വേണം കുഴമ്പ് രൂപത്തിലാക്കിയ കമ്പ് കാച്ചിക്കുറുക്കിയെടുക്കാൻ. എങ്കിലും കമ്പുകൂൾ ആസ്വദിച്ച് കഴിച്ച് ശരീരം തണുത്ത് മനസ്സ് നിറഞ്ഞ ആളുകൾ പോകുന്നത് കാണുമ്പോൾ ജയപ്രകാശണ്ണനും ഭാര്യ മുത്തുലക്ഷ്മിക്കും പൂർണ്ണ സംതൃപ്തി. കമ്പുകൂളിന് രുചി പകരാൻ വറുത്ത മുളകും മുളക് ചേർത്ത മാങ്ങയുമടക്കം വിവിധയിനം സൈഡ് ഡിഷുകളും ഈ ദമ്പതികൾ കടയിലൊരുക്കിയിട്ടുണ്ട്. എടുക്കുന്നതിനും കഴിക്കുന്നതിനും ഇരുവരും അളവൊന്നും ഒരുക്കിയിട്ടില്ല. പകൽ ചൂടേറിയതോടെ ഈ കൊച്ചുകടയിൽ കച്ചവടം തകൃതിയായി നടക്കുന്നു. കേരളത്തിലെന്ന പോലെ തമിഴ്നാട്ടിലും കടുത്ത വേനൽ ചൂടാണ്. ചൂടിലൽപ്പം ദാഹമകറ്റാൻ കരിക്കും വെള്ളവും കരിമ്പ് ജ്യൂസും മാത്രമല്ല, കമ്പുകൂളിനും ആവശ്യക്കാർ ഏറെയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ബോഡി.